Dear students, Molecular Basis of Inheritance Part 13 Translation എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ ട്രാൻസ്ലേഷനാണ് ഇവിടെ പഠിക്കുന്നത്. ട്രാൻസ്ലേഷൻ ഓർ പ്രോട്ടീൻ സിന്തസിസ്. അറിയാം, സെൻട്രൽ ഡോഗ്മയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റെപ്ലിക്കേഷൻ പഠിച്ചു, ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചു. അടുത്ത ടോപ്പിക്കാണ് ട്രാൻസ്ലേഷൻ. ഇവിടെ എല്ലാം നമ്മൾ റെപ്ലിക്കേഷൻ ആയാലും ട്രാൻസ്ക്രിപ്ഷൻ ആയാലും ഒക്കെ പഠിച്ച കൂട്ടത്തിൽ അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് DNA-യിലിരിക്കുന്ന ഇൻഫർമേഷൻ RNA-യിലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യുകയാണ്, അല്ലേ? ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയും ആ ട്രാൻസ്ക്രിപ്ഷൻ്റെ ഫലമായിട്ട് mRNA ഉണ്ടാകുകയും mRNA DNA-യിലിരിക്കുന്ന ഇൻഫർമേഷൻ mRNA-യിലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്ത് ആ mRNA-യിലുള്ള ബേസ് സീക്വൻസിനനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് പ്രോട്ടീൻ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ എന്താണ് പ്രോട്ടീൻ സിന്തസിസ് ഓർ ട്രാൻസ്ലേഷൻ എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ mRNA-യിലിരിക്കുന്ന ബേസ് സീക്വൻസിനനുസരിച്ച് നമ്മൾ പ്രോട്ടീൻ നിർമ്മിക്കുന്നത്? നമുക്കറിയാം, പ്രോട്ടീൻ എന്ന് പറയുന്നത് പോളിപെപ്റ്റൈഡാണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ന്യൂമറസ് അമിനോ ആസിഡ്സ്, അല്ലേ? പല അമിനോ ആസിഡുകൾ പല സീക്വൻസിൽ ചേരുമ്പോഴാണ് പലതരം പ്രോട്ടീനുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ ഉണ്ടാക്കുന്നതെന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചത് mRNA-യിൽ ഉള്ള ബേസ് സീക്വൻസുകളെ നമ്മൾ ജനിതക കോഡുകളെന്ന് വിളിച്ചു, അല്ലേ? അപ്പോൾ ജനറ്റിക് കോഡ് എന്ന് പറയുമ്പം 3 നൈട്രജൻ ബേസുകളുള്ള യൂണിറ്റ്സിനെയാണ് നമ്മൾ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. ആ 3 ബേസസ് ചേരുമ്പോഴാണ് ഒരു ജനിതക കോഡ് ഉണ്ടാകുകയും ആ ജനറ്റിക് കോഡാണ് ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നതെന്ന് പറയും. ഇനി എങ്ങനെയാണ് ഈ അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർന്ന് പ്രോട്ടീനുകൾ ഉണ്ടാകുന്നത്? അത് പഠിക്കാനായിട്ട് നമുക്ക് അമിനോ ആസിഡ്സിൻ്റെ കാര്യത്തിലേക്ക് അറിയാം. നമ്മൾ കഴിഞ്ഞ വർഷം അമിനോ ആസിഡ്സിനെ കുറിച്ച് പറയുകയുണ്ടായി. എങ്ങനെയാണ് അമിനോ ആസിഡ്സ് കൂട്ടിച്ചേർന്ന് പ്രോട്ടീൻസ് ഉണ്ടാകുന്നത്? പെപ്റ്റൈഡ് ബോണ്ടുകൾ വഴിയാണെന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പം ഇവിടെ നമ്മൾ പഠിക്കുന്ന ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. സെല്ലാണ്, സെല്ലിൻ്റെ അകത്ത് ന്യൂക്ലിയസ് ആണ്, ന്യൂക്ലിയസിനുള്ളിലാണ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. DNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്ന പ്രോസസ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ട്രാൻസ്ക്രിപ്ഷന് ശേഷം ന്യൂക്ലിയസിൽ നിന്ന് വെളിയിലേക്ക് mRNA വരികയും സൈറ്റോപ്ലാസത്തിനുള്ളിൽ വെച്ചാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. നമുക്കറിയാം, യൂക്യാരിയോട്സിലാണ് ഇങ്ങനെ നടക്കുന്നത്, അതായത് ന്യൂക്ലിയസിന് പുറത്ത് വെച്ച് നടക്കുന്നത്. പ്രോക്യാരിയോട്സിൽ പ്രത്യേകിച്ച് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ അങ്ങനെ ന്യൂക്ലിയസ് എന്നോ സൈറ്റോപ്ലാസം എന്നോ വേർതിരിച്ച് പറയുന്നില്ല. ഇനി എന്താണ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ്? ട്രാൻസ്ലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് പോളിമറൈസേഷൻ ഓഫ് അമിനോ ആസിഡ് ടു ഫോം എ പോളിപെപ്റ്റൈഡ്. ട്രാൻസ്ലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് പോളിമറൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ടു ഫോം പോളിപെപ്റ്റൈഡ്. അതായത് അമിനോ ആസിഡുകളുടെ ഒരു പോളിമറാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതായത് അമിനോ ആസിഡ്സ്, ഇതാണ് ഈ പടം കാണിച്ചിരിക്കുന്നതാണ് അമിനോ ആസിഡ്സ്. പലതരത്തിലെ അമിനോ ആസിഡുകൾ ചങ്ങലകളായിട്ട് ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ പ്രോട്ടീനുകൾ എന്ന് പറയുന്നത്. പലതരം അമിനോ ആസിഡുകൾ കൂട്ടിയിണക്കിയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഇനി ഈ പ്രോസസ്സ് എവിടെയാണ് നടക്കുന്നതെന്നും എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ള ട്രാൻസ്ലേഷൻ പ്രോസസ്സിൽ നമുക്ക് ഓൾറെഡി അറിയാം, ഇതാണ് mRNA, അല്ലേ? നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ്റെ ഫലമായിട്ട് ഉണ്ടായ mRNA ആണിത്. ആ mRNA വേണം നമുക്ക്. അതുപോലെ ഈ കാണിച്ചിരിക്കുന്നത് tRNA ആണ്, അമിനോ ആസിഡ്സിനെയും കൊണ്ട് വരുന്ന tRNA. പിന്നെ കാണിച്ചിരിക്കുന്നത് ഇത് റൈബോസോമാണ്. അപ്പം ഈ ഒരു പടം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇത് നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ഇത് ഡയഗ്രാം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും,
ലേബൽ ചെയ്യാനാണ് പലപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് ട്രാൻസ്ലേഷൻ പ്രോസസ്സിൽ എന്തൊക്കെയാണ് ആവശ്യം നമുക്കുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായാലാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നതെന്നാണ് 1 by 1 ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇവിടെ the order and sequence of amino acids are defined by sequences of bases in the mRNA. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യമാണ് mRNAയിൽ ഇരിക്കുന്ന സീക്വൻസ് അല്ലേ, അതിൻ്റെ ഓർഡറിനെ പോലെയാണ് ഇതിൽ നിന്നുണ്ടാകുന്ന അമിനോ ആസിഡ്സിൻ്റെ സീക്വൻസ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു mRNAയിലെ പല സീക്വൻസ് ഓർഡറും അതിൻ്റെ സീക്വൻസസുകളും എന്തിനെ നിർണ്ണയിക്കും, ഇതിൻ്റെ അകത്ത് വന്നു ചേരുന്ന അതിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീനുകളുടെ അമിനോ ആസിഡ്സിൻ്റെ ഓർഡറും സീക്വൻസും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കോഡിനനുസരിച്ചുള്ള അമിനോ ആസിഡ്സ് ആയിരിക്കും ഓരോ tRNA കൊണ്ടുവരുന്നത്. നേരത്തെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച്. ഈ കോഡിനനുസരിച്ചുള്ള അമിനോ ആസിഡ്സ് ഇവിടെ വരുന്നു, വേറൊരു അമിനോ ആസിഡ്സ് ഇവിടെ വരുന്നു. അപ്പം RNAയിലുള്ള സീക്വൻസിനനുസരിച്ച് mRNAയിലുള്ള ബേസ് സീക്വൻസിനനുസരിച്ചായിരിക്കും അമിനോ ആസിഡുകളുടെയും സീക്വൻസ് എന്നാണ് പറയുന്നത്. ദ ഓർഡർ ആൻഡ് ദ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ആർ ഡിഫൈൻഡ് ബൈ ദ സീക്വൻസ് ഓഫ് ബേസസ് ഇൻ mRNA. എന്തുപോലെ ഇരിക്കും, mRNAയിലുള്ള സീക്വൻസിനനുസരിച്ചായിരിക്കും അമിനോ ആസിഡ്, ഒരു പ്രോട്ടീൻ്റെ അമിനോ ആസിഡ്സിൻ്റെ സീക്വൻസും ഇരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും റിലേറ്റഡ് ആണ് അല്ലേ, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് നമുക്കറിയാം 2 അമിനോ ആസിഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അമിനോ ആസിഡ്സ്, ഒരു അമിനോ ആസിഡ് മറ്റൊരു അമിനോ ആസിഡുമായിട്ട് ചേരുന്നത് ത്രൂ എ ബോണ്ട് കോൾഡ് പെപ്റ്റൈഡ് ബോണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഒരു അമിനോ ആസിഡ്സിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പിലെ OH മറ്റൊരു അമിനോ ആസിഡിൻ്റെ അമിനോ ഗ്രൂപ്പിലെ Hഉം കൂടി ചേർന്ന് ഒരു മോളിക്യൂൾ വാട്ടർ റിലീസ് ചെയ്യുകയും അവിടെ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകുന്ന കാര്യമൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ 2 അമിനോ ആസിഡ്സ് അടുത്തടുത്ത് വന്നാൽ അവ എന്ത് ചെയ്യാം, ദേ ഫോം എ ബോണ്ട് കോൾഡ് പെപ്റ്റൈഡ് ബോണ്ട്. അങ്ങനെ ഇത് 2 അമിനോ ആസിഡ്സ് ചേർന്ന് ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകും. ഇങ്ങനെ അനേകം അമിനോ ആസിഡുകൾ ചേർന്ന് പെപ്റ്റൈഡ് ബോണ്ടുകൾ ഉണ്ടായി കഴിയുമ്പോഴാണ് അതിനെ നമ്മൾ പോളിപെപ്റ്റൈഡ് എന്ന പ്രോട്ടീൻസിനെ വിളിക്കുന്നത്. അപ്പോൾ അമിനോ ആസിഡ്സ് ആർ ജോയിൻഡ് ബൈ എ ബോണ്ട് വിച്ച് ഇസ് നോൺ ആസ് പെപ്റ്റൈഡ് ബോണ്ട്. ഇനി അടുത്ത നമുക്ക് ആവശ്യമുള്ളത്, അപ്പം അമിനോ ആസിഡ്സ് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകുന്നു, പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകുന്നു എന്ന് പറയും. ഇനി ഈ പ്രോട്ടീൻ സിന്തസിസ് എവിടെയാണ് നടക്കുന്നത്? പ്രോട്ടീൻ സിന്തസിസ് നമുക്കറിയാം സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ അതിൻ്റെ സ്ഥലം എവിടെയാണ്, പ്രോട്ടീൻ നിർമ്മിക്കുന്ന സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റൈബോസോം. റൈബോസോം ഈസ് സെല്ലിൻ്റെ അകത്തുള്ള ഒരു ഓർഗനലാണ് അല്ലേ. ദ സെല്ലുലാർ ഫാക്ടറി റെസ്പോൺസിബിൾ ഫോർ ദ സിന്തസൈസിങ് പ്രോട്ടീൻ ഈസ് ദ റൈബോസോം. റൈബോസോമിനുള്ളിൽ വെച്ചാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ എപ്പോഴും റൈബോസോംസ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതേ സ്ട്രക്ചറാണ്. അതിനൊരു ലാർജർ സബ് യൂണിറ്റ് കാണും, ഒരു സ്മോളർ സബ് യൂണിറ്റ് കാണും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ, റൈബോസോമിൻ്റെ സ്ട്രക്ചർ. പക്ഷേ ഈ റൈബോസോമുകൾ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ ഒന്നിച്ചല്ല കാണപ്പെടുന്നത്. എപ്പോഴും ഇവർ ഇനാക്റ്റീവായിട്ടാണ് കാണപ്പെടുന്നത്. അത് രണ്ട് കഷ്ണങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. ലാർജർ സബ് യൂണിറ്റും സ്മോളർ സബ് യൂണിറ്റും പ്രോട്ടീൻ നിർമ്മിക്കുന്ന സമയത്ത് മാത്രമേ ഇവ രണ്ടും ഒന്നിച്ച് വരാറുള്ളൂ. ലാർജർ സബ് യൂണിറ്റും സ്മോളർ സബ് യൂണിറ്റും വെറുതെ ഉള്ള സമയങ്ങളിൽ അവർ ഇനാക്റ്റീവായിട്ടും സെപ്പറേറ്റ് ആയിട്ടുമാണ് കാണുന്നത്. ഇങ്ങനെ ഇൻ ഇറ്റ്സ് ഇനാക്റ്റീവ് സ്റ്റേറ്റ് ഇറ്റ് എക്സിസ്റ്റ് 2 subunit. It exists as 2 subunit, a larger subunit and a smaller subunit. ലാർജ് സബ് യൂണിറ്റും സ്മോൾ സബ് യൂണിറ്റുമായിട്ട് അവർ ഇനാക്റ്റീവായിട്ട് സെപ്പറേറ്റ് ചെയ്താണ് സാധാരണ കേസിൽ കാണുന്നത്. പ്രോട്ടീൻ നിർമ്മിക്കുന്ന സമയത്ത് മാത്രമേ ഇവർ അടുത്ത് വരാറുള്ളൂ. അതുപോലെ റൈബോസോംസിനെ നമുക്കറിയാം. നേരത്തെ നമ്മളൊരു ട്രാൻസ്ക്രിപ്ഷൻ പറഞ്ഞപ്പോൾ tRNA rRNA ഒക്കെ ഡിസ്ക്രൈബ് ചെയ്ത സമയത്ത് നമ്മൾ RNAയെ കുറിച്ച് പറഞ്ഞു, റൈബോസോമൽ RNA അല്ലെങ്കിൽ rRNA കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞു മനുഷ്യൻ്റെയൊക്കെ സെല്ലുകളിൽ ഒക്കെ ഉള്ള RNA എന്ന് പറയുന്നത് 80S RNA ആണ്. 80S റൈബോസോംസ് ആണ്. 80S റൈബോസോംസ് എന്ന് പറയുന്നത് അതിനകത്ത് 2 സബ് യൂണിറ്റുകളുണ്ട്. 60Sൻ്റെ ഒരു ലാർജർ സബ് യൂണിറ്റും
40s സ്മോളർ സബ് യൂണിറ്റും ഉണ്ട്. ഇത് നമ്മൾ കൂട്ടി എഴുതുകയല്ല ചെയ്യുന്നത്, ഇതിനെ ഇങ്ങനെ വിളിക്കുകയാണ്. ഇതൊരു യൂണിറ്റാണ്. 80s എന്നും 60s എന്നും 40s എന്നും ഒക്കെ പറയുന്ന ഓരോ യൂണിറ്റുകളാണ്. ഇനി ഈ 80s സബ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് പീസുകളുണ്ട് അല്ലേ, ലാർജർ പീസ് ആൻഡ് സ്മോളർ പീസ് ഉണ്ട്. ഈ ലാർജർ പീസിലുള്ള RNA കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് 3 ടൈപ്പ് ഓഫ് RNA ഉണ്ട്. 60s 5s ഉണ്ട്, 5.s ഉണ്ട്, 28s ഉണ്ട്. അതേസമയം 40s സബ് യൂണിറ്റിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് 80s RNA മാത്രമേ ഉള്ളൂ. അപ്പം റൈബോസോമിലാണ് എന്ത് നടക്കുന്നതെന്ന് നമുക്ക് പറയാം, ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇനി ട്രാൻസ്ലേഷൻ 4 സ്റ്റെപ്പ് വഴിയാണ് നടക്കുന്നത്. 4 സ്റ്റെപ്സ് ഉണ്ട് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസിന്. ട്രാൻസ്ലേഷൻ ടേക്ക് പ്ലേസ് ത്രൂ 4 സ്റ്റെപ്സ്. 1. Charging of tRNA or amino acylation of tRNA. 2. Initiation. 3. Elongation. And 3. Termination. ഇപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ചാർജിങ് ഓഫ് tRNA or amino acylation of tRNA, initiation, elongation and termination. ഇനി ഫസ്റ്റ് ആണ് ചാർജിങ് ഓഫ് tRNA or amino acylation of tRNA എന്ന് പറയും. ഇനി എന്താണ് tRNA ചാർജ് ആകുക എന്ന് പറഞ്ഞാൽ? അതായത് നമുക്കറിയാം അമിനോ ആസിഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ഉണ്ട് അല്ലേ, അതെല്ലാം സൈറ്റോപ്ലാസത്തിലുണ്ട്. അതേപോലെ തന്നെ tRNAകളും സൈറ്റോപ്ലാസത്തിലുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. ഇവ രണ്ടും കൂട്ടിച്ചേരുമ്പോഴാണ് അത് ആക്ടിവേറ്റഡ് ആകുന്നത് അല്ലെങ്കിൽ ചാർജ്ഡ് ആകുന്നത്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ tRNAയുടെ പ്രത്യേകത, tRNA സ്പെസിഫിക് ആണെന്ന് പറഞ്ഞിരുന്നു. tRNAയ്ക്ക് ഒരു പർട്ടിക്കുലർ അമിനോ ആസിഡിനെ മാത്രമേ വഹിച്ചുകൊണ്ട് വരാൻ കഴിയാറുള്ളൂ അല്ലേ. കാരണം നമുക്കറിയാം അതിലെ ആൻറ്റി കോഡോണിനനുസരിച്ചുള്ള അമിനോ ആസിഡ്സ് ആണ് അതിന് വഹിച്ചുകൊണ്ട് വരാൻ പറ്റുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ tRNA, നമുക്കറിയാം mRNA സിന്തസൈസ് കഴിയുമ്പോൾ ആ mRNA സീക്വൻസുകളെ മനസ്സിലാക്കി കഴിയുമ്പോൾ അതാത് tRNAകൾ ആക്ടിവേറ്റഡ് ആകും. എങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ അവ പോയി അവയ്ക്ക് ചേരുന്ന അമിനോ ആസിഡുമായിട്ട് ബൈൻഡ് ചെയ്യും. ഇതിപ്പോൾ ഈ 2 ടൈപ്പ് അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ ഈ tRNAയ്ക്ക് ചേരുന്ന അമിനോ ആസിഡുമായിട്ട് അത് ബൈൻഡ് ചെയ്യും. ഇവിടെ അമിനോ ആസിഡ് ബൈൻഡ് ചെയ്ത് നിൽക്കുന്നത് കാണാം അല്ലേ. അപ്പോൾ അമിനോ ആസിഡ് ബൈൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വെറുതെ ഇത് കയറി ബൈൻഡ് ചെയ്യാറില്ല. എന്ത് വേണം? എനർജി വേണം. അപ്പോൾ എനർജി വേണമെങ്കിൽ ആ സെല്ലിൻ്റെ അകത്ത് നമുക്കറിയാം എനർജി കറൻസി ഉണ്ട്, അതായത് ATP മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ATP മോളിക്യൂൾസിൻ്റെ സഹായത്താലാണ് ഈ tRNA ബൈൻഡിങ് നടക്കുന്നത് അമിനോ ആസിഡുമായിട്ട്. പിന്നെ ഒരാളും കൂടി വേണം ഈ പ്രോസസ്സ്, അതായത് അമിനോ ആസിഡ് tRNAയുമായിട്ട് ബൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ നീഡ് ആൻ എൻസൈം. ആ എൻസൈമിൻ്റെ പേരാണ് അമിനോ അസൈൽ tRNA സിന്തറ്റേസ് എന്ന് പറയുന്ന എൻസൈമും കൂടി വേണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൊണ്ട് ATPയുടെ എനർജിയും അതുപോലെ തന്നെ അമിനോ അസൈൽ tRNA സിന്തറ്റേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സഹായത്താലാണ് അമിനോ ആസിഡ് ആരുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്? tRNAയുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ tRNAയുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് tRNA ഈസ് കോൾഡ് ആസ് ചാർജ്ഡ് tRNA എന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, ഈ പ്രോസസ്സിനെ ചാർജിങ് ഓഫ് tRNA എന്ന് പറയുന്നു. In this phase, amino acids are activated in the presence of ATP and linked to the respective tRNA by the process called charging of tRNA or amino acylation of tRNA. അപ്പം അത് മനസ്സിലായി കാണുമല്ലോ. tRNA അതാത് ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിന് റെസ്പെക്റ്റീവായിട്ടുള്ള അമിനോ ആസിഡുമായിട്ട് അത് പോയി ലിങ്ക് ചെയ്യും. എല്ലാ അമിനോ ആസിഡുമായിട്ട് ലിങ്ക് ചെയ്യത്തില്ല. tRNA ആർ സ്പെസിഫിക് എന്ന് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നത് ഇവിടെ ഓർക്കേണ്ടതാണ്. സ്പെസിഫിക് ആണ് tRNA, അതിന് ചേരുന്ന അമിനോ ആസിഡുമായിട്ട് അത് ലിങ്ക് ചെയ്യും. അങ്ങനെ ലിങ്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ചാർജിങ് ഓഫ് tRNA ഓർ അമിനോ അസൈലേഷൻ ഓഫ് tRNA എന്ന് പറയുന്നത്. അങ്ങനെ ചാർജ് ചെയ്ത 2 ചാർജ്ഡ് tRNAs അടുത്തടുത്ത് വന്നാൽ അല്ലേ, ഇവിടെ അടുത്തടുത്ത് ചാർജ്ഡ് tRNAs വന്നാൽ അവരിലുള്ള അമിനോ ആസിഡുകൾ എന്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്? പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷനുള്ള സാധ്യതയുണ്ട്. In 2 such charged tRNA are brought close
enough, the formation of peptide bond take place. Peptide bondൻ്റെ ഫോമേഷൻ അവിടെ നടക്കും. അങ്ങനെ വന്നാൽ അത് നമ്മൾ അടുത്ത ഇതിൽ പറയും എവിടെ വെച്ചാണ് ഈ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നതെന്ന് പറയും. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇനിസിയേഷൻ എന്ന് പറയുന്നത്. ഇനിസിയേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇനിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനു മുമ്പ് നമുക്കറിയാം പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആരാണ്? റൈബോസോമാണ് അല്ലേ. റൈബോസോമിന് 2 യൂണിറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ലാർജറും ഉണ്ട്, സ്മോളർ സബ് യൂണിറ്റും ഉണ്ട്. അതിൽ ലാർജർ സബ് യൂണിറ്റ് എന്ന് പറയുന്നതിന് 2 ഭാഗങ്ങളുണ്ട്. ഒരു പാർട്ടിനെ നമ്മൾ പി സൈറ്റ് എന്നും അടുത്ത പാർട്ടിനെ എ സൈറ്റ് എന്നും പറയും. പി സൈറ്റും എ സൈറ്റ് എന്ന് പറഞ്ഞ 2 റീജിയൻസ് ലാർജ് സബ് യൂണിറ്റിനും ഉണ്ട്. പിന്നെ സ്മോളർ സബ് യൂണിറ്റും ഉണ്ട്. ഇനി എങ്ങനെയാണ്? There are 2 sites in the large subunit of ribosome known as P and A site. Initiation start ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ when the small subunit encounters an mRNA, the process of translation of the mRNA to protein begins. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസ്ക്രിപ്ഷൻ അല്ലേ, ന്യൂക്ലിയസിൽ വെച്ച് നടക്കുന്ന ട്രാൻസ്ക്രിപ്ഷന് ശേഷം ന്യൂക്ലിയർ മെംബ്രെയിൻ വഴി mRNA സൈറ്റോപ്ലാസത്തിലേക്ക് എത്തിച്ചേരും അല്ലേ. അങ്ങനെ ഒരു mRNA പുറത്ത് വന്നു കഴിയുമ്പോൾ ഉടൻ തന്നെ സൈറ്റോപ്ലാസത്തിൽ സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കുന്ന സബ് യൂണിറ്റുകളിൽ ഉള്ള സ്മോളർ സബ് യൂണിറ്റ് ഓടിപ്പോയി എവിടെ പോയി അറ്റാച്ച് ചെയ്യും? mRNAയുടെ 5' എൻഡിൽ വന്ന് അറ്റാച്ച് ചെയ്യും. ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് ഇനിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെൻ ദ സ്മോൾ സബ് എന്തൊക്കെയാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ പറയുന്നത്. ഇനിസിയേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് വെൻ സ്മോൾ സബ് യൂണിറ്റ് എൻകൗണ്ടേഴ്സ് കണ്ടുമുട്ടുന്നു ആൻഡ് mRNA, the process of translation of mRNA to protein, ട്രാൻസ്ലേഷൻ പ്രോസസ്സ്, mRNAയിൽ നിന്ന് പ്രോട്ടീനിലേക്ക് ട്രാൻസ്ലേഷൻ നടക്കുന്ന പ്രോസസ്സ് ബിഗിൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ ഇനിസിയേഷൻ പ്രോസസ്സിലെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം എന്തു പറഞ്ഞു? സ്മോളർ സബ് യൂണിറ്റ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു അല്ലേ 5 എൻഡിൽ. അതിനുശേഷം ദ ഇനിഷ്യേറ്റഡ് tRNA, നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന tRNAയുടെ പ്രത്യേകത, മിക്ക tRNAയുടെ പ്രത്യേകത അവയാണ് എന്ത് ചെയ്യുന്നത്? അമിനോ ആസിഡ്സിനെ വഹിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ mRNA ആരുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ, സ്മോളർ യൂണിറ്റുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മിക്ക mRNAയുടെയും ഫസ്റ്റ് കോഡോൺ എന്ന് പറയുന്നത് AUG ആയിരിക്കും അല്ലേ. AUG എന്ന് പറയുന്ന കോഡ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇറ്റ് ഈസ് ഡുവൽ ഇൻ ഫങ്ഷൻ. അതിന് 2 ഫങ്ഷൻ ഉണ്ട്. സ്റ്റാർട്ടിംഗ് കോഡോൺ എന്നോ അല്ലെ ഇനിഷ്യേറ്റർ കോഡോൺ എന്നോ, അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ കോഡ് ഫോർ മെത്തിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ കോഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ 2 ഡുവൽ ഫങ്ഷൻ AUGക്കുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് റീജിയനിൽ, അതായത് 5' എൻഡിൽ സ്മോൾ യൂണിറ്റ് വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ ചാർജ്ഡ് tRNAs എന്ത് ചെയ്യുന്നു? ചാർജ് ചെയ്യുന്നത് അതിൻ്റെ അമിനോ ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആ ചാർജ്ഡ് tRNA വന്ന് ഈ ഫസ്റ്റ് കോഡോണിൽ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ചാർജ്ഡ് tRNA വന്ന് എവിടെ വന്ന് അറ്റാച്ച് ചെയ്യും? ഫസ്റ്റ് കോഡോണിൽ അറ്റാച്ച് ചെയ്യും. ദ ഇനിഷ്യേറ്റർ tRNA എന്ന് പറയുന്നത് മെത്തിയോണിൻ ക്യാരി ചെയ്യുന്ന tRNAകളാണ് എപ്പോഴും ഇനിഷ്യേറ്റർ tRNA എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനിഷ്യേറ്റർ tRNA ബൈൻഡ് ടു ദ mRNA അറ്റ് ദ സ്റ്റാർട്ട് കോഡോണിൽ വന്ന് അറ്റാച്ച് ചെയ്യും. ആ സ്റ്റാർട്ട് കോഡോണിനെ നമ്മൾ AUG കോഡോൺ എന്ന് പറയും. വിച്ച് ക്യാരീസ് മെത്തിയോണിൻ അമിനോ ആസിഡ് ആൻഡ് ഹാസ് ആൻറ്റി കോഡോൺ UAC. AUG എന്ന് പറയുന്ന കോഡിന് ആൻറ്റി കോഡോണാണ് UAC എന്ന് പറയുന്നത്. അപ്പോൾ UAC എന്ന് പറയുന്ന tRNA, ഇനിഷ്യേറ്റർ tRNA വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു അല്ലേ. നെക്സ്റ്റ് അടുത്ത ഇനിസിയേഷനിലെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നൗ ദ ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോം ബൈൻഡ് ടു ദ സ്മോൾ സബ് യൂണിറ്റ്. അപ്പോൾ ഈ സ്മോൾ സബ് യൂണിറ്റും tRNAയും വന്ന് ചേർന്ന് കഴിയുമ്പോഴാണ് ലാർജ് സബ് യൂണിറ്റ് ഓടി വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത്. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നൗ ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോം ബൈൻഡ് ടു ദ സ്മോൾ സബ് യൂണിറ്റ്. ഇനി അടുത്ത എന്താണെന്ന് നോക്കാം. നൗ ദ സെക്കൻഡ് tRNA
brings the second amino acid and enter the A site. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ 2 സ്ഥലങ്ങളുണ്ട് അല്ലേ. ലാർജർ സബ് യൂണിറ്റിന് പി സൈറ്റിലാണ് ആദ്യത്തെ tRNA വന്നിരിക്കുന്നത്, എ സൈറ്റ് ആണ് രണ്ടാമത്തെ tRNA വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ tRNA വന്നിരുന്ന സൈറ്റാണ് പി സൈറ്റ്. ഇനി എവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത്? എ സൈറ്റ് വേക്കൻ്റ് ആവും. അപ്പോൾ എ സൈറ്റിലേക്ക് ഈ കോഡിനനുസരിച്ച് AGG എന്ന കോഡിനനുസരിച്ചുള്ള ഒരു ചാർജ്ഡ് tRNA ഇവിടെ വന്ന് എ സൈറ്റിൽ അറ്റാച്ച് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് അതാണ്, കണ്ടോ. അപ്പം അടുത്ത AGG എന്നുള്ളതിന് പകരം എന്ന കോഡിന് ചേരുന്ന ആൻറ്റി കോഡോണുള്ള ചാർജ്ഡ് tRNA വന്ന് എ സൈറ്റിൽ അറ്റാച്ച് ചെയ്യുന്നു, UCC എന്ന് പറയും. ആൻഡ് ഇറ്റ് ക്യാരീസ് ആൻ അമിനോ ആസിഡ് ആർജിനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ ക്യാരി ചെയ്ത് എ സൈറ്റിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അങ്ങനെ 2 tRNAകൾ അടുത്തടുത്ത് വരുന്നു അല്ലേ. അപ്പോൾ 2 tRNAകൾ അടുത്തടുത്ത് വരുമ്പോൾ, ചാർജ്ഡ് tRNAs അടുത്തടുത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്? പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകാനുള്ള സാധ്യത. അങ്ങനെ പെപ്റ്റൈഡ് ബോണ്ട് ഫോംസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് tRNA. ഫസ്റ്റ് tRNAയും സെക്കൻഡ് tRNAയിലും ഇരിക്കുന്ന 2 അമിനോ ആസിഡുകൾ തമ്മിൽ എന്തുണ്ടാകും? പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നൗ ദ ഫസ്റ്റ് tRNA എക്സിറ്റ് ഫ്രം ദ പി സൈറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവർ രണ്ടും കൂടെ ബോണ്ടിങ് ഉണ്ടായി കഴിയുമ്പോൾ ഈ പി സൈറ്റിൽ വന്നിരുന്ന ഇനിഷ്യേറ്റഡ് tRNA അവിടുന്ന് പുറത്തേക്ക് പോകും. ഇവർ തമ്മിൽ ബോണ്ടിങ് ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാതെ ഫസ്റ്റിലത്തെ tRNA വീണ്ടും പുറത്തേക്ക് പോകും. എന്നിട്ട് ഈ tRNA വീണ്ടും മെഥിയോണിനെ കളക്ട് ചെയ്ത് എവിടെയെങ്കിലും ഇതുപോലുള്ള കോഡ് ഉണ്ടെങ്കിൽ അവിടെ തിരിച്ചെത്താൻ വേണ്ടി അവർ പോകുകയും ചെയ്യും. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്, ഉടൻ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് ഫസ്റ്റ് tRNA പുറത്ത് പോയി കഴിയുമ്പോൾ ഈ റൈബോസോമിൻ്റെ യൂണിറ്റ് അടുത്ത സെഷനിലേക്ക് നീങ്ങിയിരിക്കും, ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഈ റൈബോസോം അടുത്ത യൂണിറ്റിലേക്ക് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്ന പടമാണ് ഈ കാണിച്ചേക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് കോഡോണിൽ നിന്ന് അവർ സെക്കൻഡ് കോഡോണും തേർഡ് കോഡോണിലേക്കും നീങ്ങി. മനസ്സിലായോ? അപ്പോൾ ഇതൊരു പാളത്തിൽ കൂടെ ഇങ്ങനെ ട്രെയിൻ പോകുന്ന പോലെ ഈ റൈബോസോംസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ സമയത്ത് ആദ്യം എ സൈറ്റിൽ ഇരുന്ന ആൾ എവിടേക്ക് പോകും? പി സൈറ്റിലേക്ക് വരും. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്ന എന്തായിരുന്നു? ഫസ്റ്റ് പി സൈറ്റിൽ ഇരുന്നു, സെക്കൻഡ് എ സൈറ്റിൽ ഇരുന്നു അല്ലേ. അപ്പോൾ പി സൈറ്റിൽ ഇരിക്കുമ്പോഴാണ് ഇവിടെ പെപ്റ്റൈഡ് ബോണ്ട് നിർമ്മാണം നടക്കുന്നത്. പി സൈറ്റിൽ നിന്ന് ഇത് വിട്ടുപോയി കഴിയുമ്പോൾ ഈ എ സൈറ്റിൽ ഇരിക്കുന്ന രണ്ടാമത്തെ tRNA എവിടേക്ക് വരും? പി സൈറ്റിലേക്ക് വരും. അങ്ങനെ എ സൈറ്റ് വേക്കൻ്റ് ആകും. അതാണ് നെക്സ്റ്റ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് അമിനോ tRNA ഈ സൈറ്റിലേക്ക് പോവുകയും എ സൈറ്റ് വേക്കൻ്റ് ആകുകയും ചെയ്യും. വീണ്ടും ഈ ഭാഗം വേക്കൻ്റ് ആകുമ്പോൾ ഈ ഭാഗത്തുള്ള കോഡോണിനനുസരിച്ചുള്ള tRNA ഇവിടെ വരും. അതാണ് നെക്സ്റ്റ് പടം കാണിക്കുന്നത്. നോക്കി, അടുത്ത സെഷനിലുള്ള എ സൈറ്റിലുള്ള കോഡോണിനനുസരിച്ചുള്ള ചാർജ്ഡ് tRNA വിത്ത് അമിനോ ആസിഡ്സ് കം ആൻഡ് പ്ലേസ് ഓൺ ദ എ സൈറ്റ്. അപ്പോൾ പി സൈറ്റിൽ രണ്ടാമത്തെ ആളിരിപ്പുണ്ട്, എ സൈറ്റിൽ മൂന്നാമത്തെ tRNA ഇരിക്കുന്നു. ഒന്നാമത്തെ ആൾ പുറത്ത് പോയി കഴിഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ വീണ്ടും നോക്കിക്കേ, ഇവിടെ ഒരു ചാർജ്ഡ് tRNA സെക്കൻഡും തേർഡും ചാർജ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇവർ തമ്മിൽ എന്തുണ്ടാകാം? പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് അവർ തന്നെ എന്തുണ്ടാകാം? പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകാം. അങ്ങനെ ഇവർ തമ്മിൽ, അതായത് സെക്കൻഡ് അമിനോ ആസിഡും തേർഡ് അമിനോ ആസിഡും കൂടെ എന്തുണ്ടാകുന്നു? പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകും. ഇവർ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകുമ്പോഴത്തേക്കിന് പി സൈറ്റിൽ ഇരിക്കുന്ന രണ്ടാമത്തെ tRNA പുറത്തു പോവുകയും മൂന്നാമത്തെ tRNA പി സൈറ്റിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ എ സൈറ്റ് വേക്കൻ്റ് ആകുകയും ചെയ്യും. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഓരോ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടായി കഴിയുമ്പോഴും ഈ റൈബോസോമിൻ്റെ യൂണിറ്റ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേ ഇരിക്കും. അപ്പം ദ പെപ്റ്റൈഡ് ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ്
അമിനോ ആസിഡ്. സെക്കൻഡും തേർഡ് അമിനോ ആസിഡ്സ് തമ്മിലും ഇവിടെ എന്തുണ്ടായി? ബോണ്ടായി. ഇവർ ബോണ്ട് ഉണ്ടാകുമ്പോൾ സെക്കൻഡ് tRNA പുറത്തു പോകുന്നു, തേർഡ് tRNA പി സൈറ്റിലേക്ക് വരുന്നു. ഇതാണ് അടുത്തത് കാണിക്കുന്നത്. കണ്ട, സെക്കൻഡ് tRNA പുറത്തു പോകുന്നു, തേർഡിലിരുന്ന ആള് ഇങ്ങോട്ട് പോരുന്നു, പി സൈറ്റ്. അപ്പോൾ വീണ്ടും ഏത് സൈറ്റ് വേക്കൻ്റായി? എ സൈറ്റ് വേക്കൻ്റായി. റൈബോസോം മൂവ്സ് ടു ദ നെക്സ്റ്റ് കോഡോൺ. റൈബോസോം ഇങ്ങനെ മൂവ് ചെയ്ത് അങ്ങോട്ട് പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഓരോ സൈറ്റിൽ നിന്ന് ഓരോ എ സൈറ്റിൽ ഇരിക്കുന്ന ആൾ പി സൈറ്റിൽ പോകുന്നു. അപ്പം എ സൈറ്റ് വേക്കൻ്റ് ആവും. വീണ്ടും അടുത്ത tRNA ഇവിടെ എത്തിച്ചേരും. അതാണ് അടുത്തത് കാണിക്കുന്നത്. അടുത്ത tRNA വരുന്ന, അതായത് ഫസ്റ്റും പോയി സെക്കൻഡും tRNA പോകുന്നതാണ് ഈ പടം. ഇനി നെക്സ്റ്റ് കണ്ടോ, ഫസ്റ്റ് tRNA, സെക്കൻഡ് tRNA, ഇത് തേർഡ് tRNA ഇപ്പുറത്ത് വന്നു. വേക്കൻ്റ് ആയിട്ടുള്ള റീജിയനിൽ ഫോർത്ത് tRNA വന്നു അല്ലേ? ഫോർത്ത് tRNA വന്നു കഴിയുമ്പോൾ അതും ഒരു അമിനോ ആസിഡും കൊണ്ടാണ് വന്നേക്കുന്നത്. ആ അമിനോ ആസിഡ് ആരുമായിട്ട് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവും? തേർഡ് അമിനോ ആസിഡുമായിട്ട് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകുന്നു. അങ്ങനെ തേർഡുമായിട്ട് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടായിക്കഴിയുമ്പോൾ പി സൈറ്റിൽ നിന്ന് തേർഡ് ട്രാൻസ്ഫർ RNA പുറത്തേക്ക് പോകും. ഫോർത്ത് ട്രാൻസ്ഫർ RNA ഇവിടെ നിന്ന് ചാടി പി സൈറ്റിലേക്ക് വന്നിരിക്കും. ഇതാണ് ആ പടം. കണ്ടോ, ഫസ്റ്റ് tRNA അമിനോ ആസിഡിനെ വിട്ടിട്ട് പോയി, സെക്കൻഡ് tRNA അമിനോ ആസിഡിനെ വിട്ടിട്ട് പോയി, തേർഡ് tRNAയും അമിനോ ആസിഡിനെ വിട്ടിട്ട് പോകാൻ തുടങ്ങിയാണ്. അപ്പോഴാണ് ഇത് ഇവിടുന്ന് ചാടി ഇപ്പുറത്തായി അല്ലേ? അപ്പോൾ ഏത് വീണ്ടും വേക്കൻ്റായി? ഈ ഭാഗം വേക്കൻ്റായിട്ട് വന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെ മൊത്തം ഈ ഭാഗത്തുനിന്ന് ഈ റൈബോസോം യൂണിറ്റ് ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇലോങ്ങേഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒരിടത്തുനിന്ന് മൂവ് ചെയ്ത് അടുത്ത മൂവിലേക്ക് മൂവ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. ഈ ഇലോങ്ങേഷൻ എത്ര നേരം തുടരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പോൾ ദ പ്രോസസ് കണ്ടിന്യൂസ് അപ് ടു ദ സ്റ്റോപ്പ് കോഡോൺ. സ്റ്റോപ്പ് കോഡോൺ വരുന്നിടം വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിരിക്കുന്നു, ബോണ്ട് ഉണ്ടാകുന്നു, ഈ ആൾ പുറത്തു പോകുന്നു, ഈ ആൾ പി സൈറ്റിൽ വരുന്നു, എ സൈറ്റ് വേക്കൻ്റ് ആകുന്നു. ദിസ് പ്രോസസ് കണ്ടിന്യൂസ് അപ് ടു ദ സ്റ്റോപ്പ് കോഡോൺ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ ഈ mRNAയുടെ സീക്വൻസുകളിൽ എവിടെയെങ്കിലും ഒരിടത്തെത്തുമ്പോൾ എന്തുണ്ടാകാം? സ്റ്റോപ്പ് കോഡോൺ വരാനുള്ള സാധ്യത ഉണ്ട് അല്ലേ? ആ സ്റ്റോപ്പ് കോഡോൺ വരുമ്പോഴാണ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡയഗ്രാം നമ്മൾ നോക്കിയാൽ വീണ്ടും ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഫിഫ്ത്ത് tRNA വരുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. The ribosome with fifth amino acid and the process continues up to the stop codon. സ്റ്റോപ്പ് കോഡോൺ വരുന്നിടം വരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ? വീണ്ടും വീണ്ടും കാണിക്കുകയാണ്. സ്റ്റോപ്പ് കോഡോൺ എവിടെ വരുന്നു? മൂവ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. നോക്കിയേ, സ്റ്റോപ്പ് കോഡോൺ വരുന്ന ഒരു ഭാഗത്ത് എത്തിച്ചേരുമ്പോൾ ഇതാണ് സ്റ്റോപ്പ് കോഡോൺ, നമ്മൾ പഠിച്ചതാണ് അല്ലേ? UAA, UAG ആൻഡ് UGA ഓർക്കുന്നുണ്ടല്ലോ. അങ്ങനെ 3 സ്റ്റോപ്പ് കോഡോണിൽ ഏതെങ്കിലും ഒരെണ്ണം ഇതിൻ്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് നടക്കും? എന്താ വരാത്ത ഇവിടെ എന്ത് വരത്തില്ല? tRNA വരത്തില്ല. നമുക്കറിയാം സ്റ്റോപ്പ് കോഡോണിനെ കോഡ് ചെയ്യുന്ന ഒരു അമിനോ ആസിഡ്സും ഇല്ല. അപ്പോൾ ആ സ്ഥലത്തെത്തുമ്പോൾ tRNA വരാതാകും. അങ്ങനെ വരുമ്പോഴാണ് ഈ ഇലോങ്ങേഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുകയും ടെർമിനേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി എന്താണ് ടെർമിനേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്? ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ ഇത് ഈ റൈബോസോമ് സ്റ്റോപ്പ് കോഡോണിൽ എത്തിച്ചേരുമ്പോൾ അവിടെ ഒരു റിലീസ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഈ എ സൈറ്റിലും പി സൈറ്റിലുമായിട്ട് ഒരു റിലീസ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു സാധനം വന്ന് അറ്റാച്ച് ചെയ്യുകയും ഈ ടെർമിനേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അറ്റ് ദ എൻഡ് എ റിലീസ് ഫാക്ടർ ബൈൻഡ് ടു ദ സ്റ്റോപ്പ് കോഡോൺ. ഇവിടെ tRNA വരാതാകുമ്പോഴാണ് ഈ റിലീസ് ഫാക്ടർ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെ അതോടുകൂടി ഇവിടെ വെച്ച് എന്ത് ബ്രേക്ക് ചെയ്യും? അമിനോ ആസിഡ്സിൻ്റെ ഈ ചങ്ങല ബ്രേക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് ലാസ്റ്റിൽ എന്ത് കിട്ടുന്നു? അമിനോ ആസിഡ്സിൻ്റെ ഒരു ലോങ് ചെയിൻ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇതാണ് നമ്മൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് അല്ലേ?
ടെർമിനേഷൻ പ്രോസസ്സ് നടന്ന് പ്രോട്ടീൻ ഉണ്ടാകുകയാണ്. അങ്ങനെ at the end a release factor bind to the stop codon terminating translation അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും and release the complete polypeptide from the ribosome. അപ്പോൾ റൈബോസോമിൽ നിന്ന് എന്ത് റിലീസ് ചെയ്യും? ഒരു പോളിപെപ്റ്റൈഡ് അവിടെ റിലീസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആയ റൈബോസോമൽ രണ്ട് യൂണിറ്റ്സും ഒന്ന് സെപ്പറേറ്റ് ചെയ്തു പോകും. ഇനിയിപ്പോൾ ഇത് ഒന്നിച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി അടുത്ത പ്രോട്ടീൻ നിർമ്മാണ സമയത്ത് മാത്രമേ ലാർജർ സബ് യൂണിറ്റും സ്മോളർ സബ് യൂണിറ്റും കൂടെ ഒന്നിച്ച് വരത്തുള്ളൂ. അപ്പോൾ ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് ടെർമിനേഷൻ സമയത്ത് റിലീസിങ് ഫാക്ടർ വന്ന് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ ലാർജർ സബ് യൂണിറ്റും സ്മോളർ സബ് യൂണിറ്റും എന്ത് ചെയ്യും? അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അതാണ് ടെർമിനേഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പം 4 സ്റ്റെപ്സാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ആദ്യം ചാർജിങ്, രണ്ടാമത് ഇനിസിയേഷൻ, മൂന്നാമത് പറഞ്ഞ ഇലോങ്ങേഷൻ ആൻഡ് ലാസ്റ്റ് ഈസ് ടെർമിനേഷൻ. അങ്ങനെ 4 സ്റ്റെപ്സ് വഴിയാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. ഇനിയും അടുത്ത ഒരു ടേമോട് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കാനുണ്ട്. അതാണ് അൺട്രാൻസ്ലേറ്റഡ് റീജൻസ് അല്ലെങ്കിൽ UTR എന്ന് പറയുന്നത്. ഇനി എന്താണ് UTR? ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. അൺട്രാൻസ്ലേറ്റഡ് റീജൻസ് എന്നാണ് UTRൻ്റെ ഫുൾ ഫോം. അപ്പോൾ ദ സ്ട്രക്ചർ ഓഫ് എ ടിപ്പിക്കൽ ഹ്യൂമൻ പ്രോട്ടീൻ കോഡിംഗ് mRNA ഇൻക്ലൂഡ് ദ അൺട്രാൻസ്ലേറ്റഡ് റീജൻ. അതായത് ട്രാൻസ്ലേഷൻ നടക്കാത്ത റീജനാണ് അൺട്രാൻസ്ലേറ്റഡ് റീജൻ. ഓൾറെഡി നമുക്കറിയാം ഇതാണ് mRNA. സ്ട്രക്ചറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 5' എൻഡിൽ ഒരു ക്യാപ്പും 3' എൻഡിൽ ഒരു പോളി എ ടെയിലും ഒക്കെ ഉള്ള കാര്യം നമുക്കറിയാം അല്ലേ. അതിൽ ആ ട്രാൻസ്ക്രിപ്ഷൻ്റെ ആദ്യ ഭാഗത്ത് ആദ്യം സ്റ്റാർട്ട് കോഡോണും സ്റ്റോപ്പ് കോഡോണും വരുന്ന റീജനെയാണ് നമ്മൾ കോഡിംഗ് സീക്വൻസസ്, എക്സോൺസ് എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ. അപ്പോൾ അതിന് തൊട്ട് മുന്നിലുള്ള ഭാഗവും അതുപോലെ തന്നെ സ്റ്റോപ്പ് കോഡോണിന് ശേഷമുള്ള ഭാഗവും ഇത്രയും ഇല്ലേ ഭാഗവും ആണ് നമ്മൾ UTR എന്ന് പറയുന്നത്. അൺട്രാൻസ്ലേറ്റഡ്, അത് ട്രാൻസ്ലേഷന് നടക്കാറില്ല. ഈ ഭാഗവും ഈ പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഭാഗവും. അപ്പോൾ 5' എൻഡിൽ ഒരു കുറച്ച് ഭാഗവും 3' എൻഡിലെ കുറച്ച് ഭാഗവും ട്രാൻസ്ലേറ്റ് ചെയ്യാറില്ല. പക്ഷേ ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 റീജൻസും നമുക്ക് ട്രാൻസ്ലേഷൻ പ്രോസസ്സിന് ആവശ്യമാണ് താനും. ഇത് ട്രാൻസ്ലേഷൻ പ്രോസസ്സിന് ഇത് ഉള്ളത് കൊണ്ടാണ് ട്രാൻസ്ലേഷൻ എഫിഷ്യൻ്റായിട്ട് നടക്കാൻ വേണ്ടിയാണ് ഈ 2 സ്ട്രക്ചേഴ്സ് ഉള്ളത്. പിന്നെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അവിടെ യൂസ് ഇല്ല. അപ്പോൾ അതാണ്. An mRNA also has some additional sequence that are not translated and are referred as untranslated regions. mRNA has some additional sequences that are not translate ചെയ്യത്തില്ല, and are referred as untranslated regions. The untranslated regions are present at both 5' end, അതായത് before the start codon, and 3' end after the stop codon. Before the start codon and after the stop codon. They are required for efficient translation process. പക്ഷേ ഇത് എന്തിന് ആവശ്യമുണ്ട്? ട്രാൻസ്ലേഷൻ പ്രോസസ്സിന് ആവശ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ദ റൈബോസോം ഓൾസോ ആക്ട്. നമുക്കറിയാം റൈബോസോമിൻ്റെ കാര്യം ഇവിടെ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്. റൈബോസോം ഓൾറെഡി നമുക്കറിയാമല്ലോ, ലാർജർ സബ് യൂണിറ്റ്, സ്മോളർ സബ് യൂണിറ്റ് എന്ന് പറയും. ഇറ്റ് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ദ ഫോർമേഷൻ ഓഫ് പെപ്റ്റൈഡ് ബോണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു റൈബോസോമിലാണ് എന്ത് നടക്കുന്നത്? പെപ്റ്റൈഡ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ റൈബോസോം എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു കാറ്റലിസ്റ്റായിട്ട്, ഒരു എൻസൈമിനെ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കാണ്. എക്സാമ്പിൾ 23S rRNA ഇൻ ബാക്ടീരിയ ഈസ് ദ എൻസൈം റൈബോസൈം. റൈബോസൈം എന്ന് പറയുന്ന ഒരു എൻസൈമാണ് ഈ 23S rRNA. ബാക്ടീരിയയിലുള്ള 23S rRNA എന്തായിട്ട് ആക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ഒരു എൻസൈമായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് എൻസൈമിൻ്റെ നെയിമാണ് റൈബോസൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഇത് UTR എന്താണെന്ന് ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അതായത് ചില അഡീഷണൽ സീക്വൻസുകളാണ് വിച്ച് ഇസ് നോട്ട് ട്രാൻസ്ലേറ്റഡ് ബട്ട് ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ എഫിഷ്യൻറ്റ് ട്രാൻസ്ലേഷൻ ആവശ്യമുള്ളതും ട്രാൻസ്ലേറ്റ് ചെയ്യാത്തതുമായിട്ടുള്ള റീജനെയാണ് UTR എന്ന് പറയുന്നത്.
അപ്പോൾ ട്രാൻസ്ലേഷൻ്റെ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞിരുന്ന ആ ഡയഗ്രാം, ട്രാൻസ്ലേഷൻ പ്രോസസ്സിലെ ഡയഗ്രാം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ പടം നമ്മുടെ ടെക്സ്റ്റിലിരിക്കുന്ന പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാവരും നോട്ട്ബുക്കിലേക്ക് വരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ലേബൽ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലേബൽ ചെയ്യാൻ നമ്മൾക്കറിയാം 5-3 എൻഡിൽ mRNA കാണിക്കണം. ലാർജർ സബ് യൂണിറ്റ് റൈബോസോമിൻ്റെ, സ്മോളർ സബ് യൂണിറ്റ് കാണിക്കണം. പിന്നെ ഈ റെഡ് കളറിൽ കാണിച്ചേക്കുന്നതാണ് tRNA വിത്ത് അമിനോ ആസിഡ് വരുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. ഇത് പി സൈറ്റും ഇത് എ സൈറ്റും. ഫസ്റ്റ് അമിനോ ആസിഡാണ്, ഫസ്റ്റ് tRNA ആണിത്, സെക്കൻഡ് tRNA, തേർഡ് tRNA, അങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നതാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് പോളിപെപ്റ്റൈഡ് അല്ലേ, അല്ലെങ്കിൽ പ്രോട്ടീൻ, ഗ്രോയിങ് പോളിപെപ്റ്റൈഡ് ചെയിൻ എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ ഡയഗ്രാം ട്രാൻസ്ലേഷൻ നോട്ട് എഴുതുന്ന കൂട്ടത്തിൽ ഈ ഡയഗ്രാം നിങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് നോക്കി അല്ലെങ്കിൽ ഇതിൽ നിന്ന് നോക്കി നോട്ടിൽ നിന്ന് നോക്കി വരച്ച് ലേബൽ ചെയ്തും വെച്ചിരിക്കണം. ഇത് ലേബൽ ചെയ്യാൻ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും. പടം വരയ്ക്കാൻ ചോദിക്കത്തില്ല, പക്ഷേ ഇത് പടം തന്നിട്ട് നിങ്ങളോട് ഇത് എവിടെ വെച്ച് നടക്കുന്നു, ഇതിൻ്റെ സൈറ്റ് എന്താണ്, അല്ലെ ഈ പ്രോസസ്സ് എന്താണ് എന്നൊക്കെ ആയിരിക്കും എപ്പോഴും ചോദിക്കുന്നത്. ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ, ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം വിത്തിൻ ദ റൈബോസോം എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് ഓർത്തിരുന്നോണം. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രോട്ടീൻ സിന്തസിസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Okay.